നമുക്ക് സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്താൽ നമ്മൾ അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടും. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള കാരണങ്ങളും. കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടും കരഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. സംഭവിച്ചത് സംഭവിച്ചു. ഇതിന് എൻ്റെ റോൾ എന്താ? ഞാൻ എവിടെയാണ് തിരുത്തേണ്ടത്? ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും, ചരിത്രം രചിക്കാൻ പറ്റും. നമുക്ക് എന്ത് സംഭവിക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്തം ആദ്യം ഏറ്റെടുത്തേ. എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഉത്തരവാദി ആരാ? നമ്മളാ. നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദി ആരാ? നമ്മളാ. ഇപ്പൊ നമ്മൾ അണിയുന്ന ഡ്രസ്സ് അതിന് വിലക്കുറവാണെങ്കിൽ അതിന് ഉത്തരവാദി ആരാ? നമ്മളാ. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. എവിടെയോ ഞാൻ തിരുത്തേണ്ടതുണ്ട്, എൻ്റെ ചിന്തയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ആ മാറ്റം വരുത്തിക്കേ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പൊ കിട്ടുന്ന റിസൾട്ടേ കിട്ടൂ. വ്യത്യസ്തമായ റിസൾട്ടിന് വേണ്ടി ഇറങ്ങണമെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇറങ്ങണം. അതിനാദ്യം മാറേണ്ടത് നമ്മളാ. ഉത്തരവാദിത്തം ഏറ്റെടുക്ക്. ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഒളിച്ചോടാതെ. അപ്പം കാരണമല്ല, അമ്മ കാരണമല്ല, നമ്മൾ കാരണം. നമുക്കുണ്ട് ഇവിടെ റോള്. നമുക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. 21 വയസ്സ് കഴിഞ്ഞവരാ, വിദ്യാഭ്യാസം ഉള്ളവരാ, പഠിച്ചവരാ, ലോകം കണ്ടവരാ. ഇനി ആർക്കും മേലെ നമ്മൾ ചാരാൻ നിൽക്കുന്ന പഴി നമ്മൾ ഏറ്റെടുക്ക്. അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാകുമെന്ന് തീരുമാനിക്കുന്ന ആരാ? നമ്മൾ ഓരോരുത്തരും.